അവിടെ തമ്മിലൊരു അഫെയർ സ്ഥലത്ത് പോകുന്നുണ്ടോ എന്ന് ചാപ്റ്റർ. ഏ ഗായ്സ് നമസ്കാരം. അപ്പം എങ്ങനെ എന്താ തുടങ്ങണ്ടേന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. അപ്പോൾ ഇന്നലെ സംസാരിച്ചൊരു സംഭവം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോമിനേഷനിൽ ട്രിഗറായിട്ട് ജിൻഡോ പെട്ടെന്ന് എനിക്ക് നല്ല ചായ ഉണ്ടാക്കി തന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ജിൻഡോ ഇപ്പോഴും വീട്ടിലാണെന്നുള്ള ഓർമ്മയിലാണോ, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് സ്വന്തം വീടാണെന്നുള്ള ചിന്തയിൽ ഒക്കെ എടുക്കുന്നത് നല്ലതാണ്, വിഷയമൊന്നുമല്ല. സ്വന്തം വീടാണെന്ന് ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ ചിന്തയിൽ അധികം അങ്ങോട്ട് മെൽട്ടാവാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എനിക്ക് നല്ല ചായ കിട്ടിയില്ല എന്നുള്ളതൊക്കെ പറയേണ്ടി വരും. കേട്ട് കഴിയുമ്പോൾ ഞാൻ ഒരുമാതിരി ഞെട്ടിമമ്മ കുട്ടിമമ്മ എന്നുള്ളൊരു അവസ്ഥയായി. കാരണം മസ്ലിം കാര്യങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആൾ ജുജു ബേബിയാണ്, കുട്ടിയാണ്, റിയലി കുട്ടിയാണ്. ചിന്തയൊക്കെ ഭയങ്കര മോശമാണ്. വളരെ രീതിയിലുള്ള ഒരുമാതിരി ഓക്വേർഡ് അല്ലെങ്കിൽ വളരെ കുട്ടിത്തമുള്ള ചിന്തകളാന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ശരീരത്തിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ, മനസ്സ് കുഞ്ഞാണ്. അത് ഈ ഒരു കാര്യത്തിൽ ചായ ഇട്ട് തന്നില്ല എന്ന്. അവിടെ കിച്ചണിൽ ഗേൾസ് മാത്രമേ കയറാവൂ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ മാത്രമേ കയറാവൂ, ജിൻഡോ കയറാൻ പാടില്ല എന്ന് റൂളൊന്നുമില്ല. ഇന്ന് ഹിമാലയ സാനുക്കളിൽ നിന്നും ജിൻഡോനായിട്ട് പ്രത്യേകിച്ച് ചായ പൊടി ഉണ്ടാക്കുന്ന ലീഫൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട വരുമോ? അപ്പോൾ എന്താ പറയേണ്ടതെന്നുള്ള വെപ്രാളത്തിൽ ഒരുമാതിരി കൂട്ടിൽ പെട്ട എലിയുടെ അവസ്ഥയായിരുന്നു. കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പെടഞ്ഞിട്ട് ചായ കിട്ടിയില്ല അത്ര. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത്. ഇപ്പോൾ ഞാൻ ഫോണെടുത്തെന്ന് പറഞ്ഞാൽ മതി. എക്സ്ക്യൂസ്. ഒരു കണ്ടസ്റ്റൻ്റ് പറയുന്നത് എനിക്ക് നല്ല ചായ കിട്ടിയില്ല എന്നുള്ളത്. അത് കിച്ചൺ ടീം എന്ന് പറയുന്നുണ്ടെങ്കിലും അവനോൻ ആവശ്യമുള്ളത് കയറി ഉണ്ടാക്കുക, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അല്ലാതെ ആരെയും ബ്ലെയിം ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മെയിൻ ഒരു കണ്ടൻറ്റിലോട്ട് വരാം. മെയിൻ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ജാസ്മിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ലൈനാണോ എന്ന് ചോദിക്കുന്നത്. എന്തോ ഓക്വേർഡാണ്, എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. ജിൻഡോ വന്നിട്ട് ഷോ തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടില്ല. ആൻഡ് ജാസ്മിൻ ആസ് എ പേഴ്സൺ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ലേഡീസ് ഗ്യാങ്ങിൽ വെച്ചിട്ട് ഒരു ഫയർ ഉള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ജാസ്മിൻ. എല്ലാവരോടും ഫ്രണ്ട്ലിയാണ്. എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെമ്പിളേരെ കാണുമ്പോൾ ഇങ്ങനെ കയറിയിട്ട് ആ ലൈനാണെന്ന് തോന്നുന്നു. എന്താ LKG പിള്ളേർ ചിന്തിക്കില്ലല്ലോ ഇപ്പോഴത്തെ. അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് നോമിനേറ്റ് ആയി കഴിയുമ്പോൾ വെപ്രാളത്തിൽ ചായക്ക് രുചിയില്ല, 3 റോസസ് എന്ത് അതിൻ്റെ ആഡിന് വന്നിരിക്കണോ. അതേപോലെ ജാസ്മിൻ ലൈനാന്ന് തോന്നുന്നു. എന്ത് ലൈനാന്ന് തോന്നുന്നു. ഇത് ലവ് ട്രാക്ക് ഇല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ലവ് ട്രാക്ക് എനിക്ക് സീസൺസിൽ കണ്ടിരിക്കുന്നത് പേളിയും ശ്രീനിഷും തന്നെ. അവരിപ്പോൾ 2 പിള്ളേരായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. അല്ലാതെ ഒരു പ്യുവർ ലൈൻ ട്രാക്ക് ലവ് ട്രാക്ക് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടായിട്ടുമില്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിലും ഞാനും വിഷ്ണു ഫ്രണ്ട്ഷിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ആ ഒരു തീം സോങ്ങിൽ പോലും വന്നിട്ടുണ്ട്, ഐ ലവ് യു വിഷ്ണു എന്ന്. ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് ഫ്രണ്ട്ഷിപ്പ് ബേസ് തന്നെയായിരുന്നു. അതിനെ വളച്ചൊടിച്ച് ലവ് ട്രാക്ക് ആക്കി എടുത്തു. ലവ് ട്രാക്ക് അല്ല, ഒരു പുറകെ പോകുന്ന അമ്മച്ചി എന്നുള്ള ലൈനിലെടുത്തു. അപ്പുറത്തും ഭയങ്കര സംഭവമായിട്ട് വിഷ്ണു അത് കളിക്കുകയും ചെയ്തു. പോട്ടെ, കഴിഞ്ഞ കാര്യത്തെ പറ്റി സംസാരിക്കുന്നില്ല. ഇപ്പുറത്തേക്ക് വന്നപ്പം എനിക്ക് ജിൻഡോ പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ ഭയങ്കര റിയാക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഗുഡ് സെൻസ്, നല്ല രീതിക്കാണെങ്കിൽ നല്ല രീതിക്ക്, അതല്ലെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ. കാരണം ആൾ ഇവിടെ പുറത്ത് വീഡിയോ ചെയ്തിരുന്ന സമയത്തൊക്കെ എനിക്കറിയാവുന്നതാണ് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം. എന്താണോ ആൾ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോഴേക്കും അവിടെ ലൈനാണെന്ന് തോന്നുന്നു എന്ന്. ഇത്രയും വലിയ മസിലും വെച്ചിട്ട് ഇങ്ങനെ മണ്ടത്തരം പറയാൻ എങ്ങനെ തോന്നി എൻ്റെ മച്ചാനെ? ആകപ്പാടെ മസിലന്മാർക്കുള്ള ഒരു വിലയും കൂടി നിങ്ങൾ കളഞ്ഞെടുക്കും. എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് ചോദിക്കുക. സീസൺ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ പ്രേമവും കാര്യങ്ങളൊക്കെ തുടങ്ങി. ലൈനാണെന്ന് തോന്നുന്നു. എന്ത് ലൈനാണെന്ന്? അവിടെ ആരും ലൈനും പ്ലഗും ട്രാൻസ്ഫോമറും ഒന്നും ഉണ്ടാക്കാൻ വരുന്നല്ല. ഇൻ കേസ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പേളി ശ്രീനിഷ് പോലെ എന്തെങ്കിലും ലവ് ട്രാക്ക് നടന്നോ എന്ന് വെച്ചോ, അത് അവരുടെ രീതിയിൽ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ ജാസ്മിൻ്റെ കാര്യമല്ല പറയുന്നത്. ജാസ്മിൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയല്ല. നമുക്ക് അത്യാവശ്യം ഒരാളുടെ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ മസിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജുജു ബേബി പോലെ ചായ കൊള്ളില്ല, അല്ലെങ്കിൽ ജാസ്മിൻ ലൈനാന്ന് തോന്നുന്നു, ഓരോരുത്തരുടെ ലൈനും പ്ലഗൊക്കെ നോക്കിയെന്നായിട്ടുണ്ടെങ്കിൽ ഇത് ബിഗ് ബോസ് ആണ്. നടന്നത് ചരിത്രവും നടക്കാൻ പോകുന്നത് വിചിത്രവുമാണ്. അപ്പോൾ ചിലപ്പോൾ എത്രയും വേഗം വീട്ടിൽ വന്നിരുന്ന പ്രോട്ടീൻ പൗഡർ കുടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ അല്ലാതെ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ചിന്തിക്കാൻ നോക്കുക, നല്ല രീതിയിൽ കളിക്കാൻ നോക്കുക. അല്ലാതെ പെട്ടുവെന്ന് തോന്നുമ്പോൾ ഒരുമാതിരി വൃത്തികെട്ട ക്ലീശ ലോക്കൽ സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ട് വെറുതെ പെമ്പിളേരെ പറ്റി അനാവശ്യം പറയാം, അല്ലെങ്കിൽ അതിനാന്ന് തോന്നുന്നു. അങ്ങനെ ഇങ്ങനെ സീസൺ 5 ഇങ്ങനത്തെ ഒരു ഓക്കോട് ടോക്ക് നടന്നിട്ടാണ് സംഭവങ്ങൾ തിരിഞ്ഞു പോയത്. അത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അങ്ങനത്തെ ഒരു റോൺ ടോക്ക് വന്നിട്ട് തിരിച്ചു വന്നതിന് അതിന് വിക്ടിം എന്ന് തന്നെ പറയാം, ഞാൻ തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സീസണിലാണെങ്കിലും ആരെങ്കിലും ഇല്ലാത്ത പ്രണയമോ കാര്യങ്ങളോ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ഇവിടെ
അവിടെ ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പോൾ ജാസ്മിൻ അങ്ങനത്തെ ഒരു ലൈൻ ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ പുള്ളി നോമിനേഷനിൽ ട്രിഗറായിട്ട് ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇങ്ങനത്തെ വേട്ടാവളിത്തരൊക്കെ കേൾക്കാൻ ഇരിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്, കളി അകത്തും പുറത്തുമാണ്, പ്രേക്ഷകർ നിങ്ങളെ കാണുന്നതാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിപൂർവ്വം കളിക്കുക. ആൻഡ് ടു ബി ഫ്രാങ്ക്, എന്തോ ഏതോ അറിയില്ല, ഐ സപ്പോർട്ട് പേഴ്സണലി ജാസ്മിൻ. ബിക്കോസ് ആളൊരു ആറ്റിറ്റ്യൂഡ് ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു പ്രേമിക്കാനോ ബന്ധം ഉണ്ടാക്കാനോ അല്ല ആൾ അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നത്. ആൾക്ക് ആളുടേതായ ക്ലിയർ ക്യാരക്ടർ ഉണ്ട്, ക്ലിയർ എയിം ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗുഡ് വൈബ്സ്.